ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മൾ ഇവിടെ പള്ളത്തി കോരാനായിട്ട് വന്നത്. അപ്പം ഇത് അണ്ണനൊക്കെ ഇവിടെ കോരുന്നുണ്ട്. അണ്ണന് കോരി തെറ്റ്. അപ്പോൾ എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഇവിടെ. അപ്പം നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തു. ഒന്നൂറ്റാൻ വള്ളത്തിൽ പോകുന്നുണ്ട്. നീ കൂട് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്ന? ആണോ? എവിടെ? മോട്ടറിൻ്റെ അവിടെ? ആ രാജീവിൻ്റെ ഒക്കെ വള്ളം മുങ്ങി നീ അറിഞ്ഞായിരുന്നു? നിന്നെ മുങ്ങാൻ വിളിച്ചായിരുന്നു. അവരവിടെ തപ്പുന്നുണ്ടായിരുന്നു. നമ്മളെ സഹോദരൻ കൂട് പൊക്കാനാന്ന് തോന്നുന്നു കേട്ടോ. മുങ്ങിയിട്ടുണ്ട്. നോക്കുക കൂടിൻ്റെ അകത്ത് വല്ല ഉണ്ടോ എന്ന് കണ്ണു തുറന്ന് നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിനടിയെ. ചത്തും പോയല്ലോടാ വെള്ളത്തിൽ. നീ ഇന്നലെ പൊക്കിയില്ലേ? ഞാൻ വേറെ കൂട് നോക്കണം കേട്ടോ. ചില കൂടൊക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതാ മീനുള്ള കൂട് മാത്രമേ അവൻ പൊട്ടുന്നുള്ളൂ. കിലോക്കും കൂളായി കൂടെ അഴിച്ചോ. അതിൻ്റെ അകത്ത് ഒരു പൂളാനോ ഉള്ളത്. നമുക്ക് അവൻ ആ മീൻ വള്ളത്തിലേക്ക് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മൾ ഏട്ടയിലെ കുടഞ്ഞിട്ടില്ല. ചീനെല്ലാം ചത്തുപോയതുണ്ട്, ചീനി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചീഞ്ഞു പോയതെല്ലാം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞിട്ടേ ബാക്കി കാണിച്ചായിരുന്നു. ഇപ്പം ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മോട്ടർ ഇറക്കി. നമ്മുടെ ചേട്ടായിക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വള്ളങ്ങളൊക്കെ ഈ വെള്ളം പെട്ടെന്ന് മറിയും. ഇത് തന്നെ, ഇത് കരിമീൻ കുഞ്ഞ കേട്ടോ. ഇത് കരിമീൻ കുഞ്ഞ. ചട്ടിത്തലയും കൂരി ശർക്കര. പിന്നെയും കരിമീൻ വെള്ളത്തിയുണ്ട്. കരിമീൻ വെള്ളത്തിൽ പിന്നെ പള്ളത്തി. ഇത് ഇന്നലെ കണ്ടം കയറി വന്നത്. ഇത് ചത്ത് ചീഞ്ഞു പോയി. അത് ചീഞ്ഞു പോയി. ബാക്കിയുള്ള മീനെല്ലാം കിടക്കുന്നു. ഈ പള്ളത്തിയൊക്കെ ചത്തുപോയി കേട്ടോ. നമ്മൾ ഒരു ദിവസം
കൂട് വൈകി പൊക്കിയൻ്റെ ഇത് ഇതാണ് നമ്മൾ ചേട്ടായിക്ക് കിട്ടിയ മീൻ കേട്ടോ. കൂളാൻ 1 2 പിന്നെ അത് ഇപ്പഴങ്ങ് നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ 3. നമ്മുടെ വള്ളത്തേക്കണം നടക്കുന്ന കണക്ക് നല്ല സൗകര്യത്തിൽ നടക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഭയങ്കര മറച്ചിലുള്ള വള്ളമാണ്. നമ്മുടെ ചേട്ടായിൽ അവിടെ ഒരു കൂടുണ്ട്. ഇപ്പോൾ അവിടെ പൊക്കാൻ പോയിരിക്കുക. നമ്മൾ ആ കൂട് വെച്ചിരിക്കുന്നതിൻ്റെ കാലത്തായിട്ട് അവൻ കൂടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. മോട്ടർ നിന്ന് മോട്ടർ നിർത്തിക്കഴിഞ്ഞാലേ മീൻ എടുക്കാൻ വലിയ പാടാണ്. ഇതും വെള്ളത്തെ പൂരിയാണ്. പിന്നെ വിട്ടാക്ക് വേണം അക്കരക്ക്. ഈ കൂട് കൊണ്ടുപോകും അല്ലേ? നമ്മുടെ ദൈവം മുണ്ടയിൽ ഉടക്കിയിരിക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ തിരുവാതിര അടിക്കുന്നതാണ്. അതിപ്പോഴേ കൂടെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഭാഗത്ത് ഉണ്ട്. ഇവിടെ ഇതല്ല ചെറ്റയടിക്കുക എന്ന് പറയും. ഇതിന് ചെറ്റയടിക്കുക എന്ന് പറയുന്നത് നമ്മൾ വാരിയും വലയൊക്കെ കൊണ്ട് നമ്മളിവിടെ ആറ്റിൽ തന്നെ ഇങ്ങനെ വേലി കെട്ടുക. വേലി കെട്ടിയിട്ട് നമ്മൾ കൂട് വെക്കുന്ന പോർഷൻ മാത്രം ശകലം ഊട്ടയിട്ട് കൊടുക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഈ മേളിൽ ഈ ഓരോ മുളയുടെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൻ്റെ അകത്താണ് നമ്മൾ കൂട് വെക്കുന്നത്. അപ്പോൾ അവിടെയായിട്ട് ഏറ്റവും അടി ചെളിയുടെ, അതായത് ചെളി വശത്തായിട്ട് ഒരു ഊട്ടയിട്ട് കൊടുക്കും. അപ്പം ഈ മോട്ടറിൻ്റെ തിരിവിന് ഇങ്ങനെ കയറി വരുന്ന മീനെല്ലാം ആ ഊട്ട വഴി നേരെ ഈ നമ്മുടെ കൂടിൻ്റെ കൂട് അപ്പുറത്തെ സൈഡിലാക്കും. അതിൻ്റെ ആ കമ്പ് അടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കൂട് കിട്ടുമോ. തെളിവല ആയതുകൊണ്ടാണ് കുമാരൻ ചേട്ടാ അല്ലേ? ഒന്നുമില്ലാത്തല്ലേ? കണ്ടു ഒരടിയടി ആ സമയത്ത് ഒരടി ലാസ്റ്റ് കൈക്ക് കറണ്ട് പോയി. ആയി വേറെ കിടക്കുമല്ലോ, അടിച്ചു. ഉടക്കി ഉടക്കി